ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ടാം ലോക മഹായുദ്ധം പോലെ കോവിഡ്-19 വഴിത്തിരിവായി മാറുമെന്ന് ഇന്ത്യ ഇറ്റലി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചു. മൂന്നാംഘട്ട വോട്ടെടുപ്പ് 15 ജില്ലകളിലെ 78 മണ്ഡലങ്ങളിൽ. കോവിഡ് പ്രതിസന്ധിക്കിടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണത്തിനൊരുങ്ങി ISRO. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തെയും വഹിച്ച് PSLV C-49 ഇന്നുച്ചയ്ക്ക് കുതിച്ചുയരും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.32% ഉയർന്നു. കേരളത്തിൽ 83,000-ലധികം പേർ ചികിത്സയിൽ. ലോകത്ത് നിലവിൽ 1.28 കോടിയിലധികം കോവിഡ് ബാധിതർ. അമേരിക്കയിൽ വോട്ടെണ്ണൽ 4ാം ദിവസവും തുടരുന്നു. നിർണായക സംസ്ഥാനങ്ങളിൽ ലീഡ് ഉയർത്തി ജോ ബൈഡൻ. വാർത്തകൾ വിശദമായി. രണ്ടാം ലോക മഹായുദ്ധം പോലെ തന്നെ ചരിത്രത്തിൽ കോവിഡ്-19 വഴിത്തിരിവായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗസപ്പെ കോണ്ടെയുമായുള്ള വെർച്വൽ ഉഭയകക്ഷി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡാനന്തര ലോകത്തിലെ വെല്ലുവിളികൾ നേരിടാനും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും നാം തയ്യാറായിരിക്കണമെന്ന് ശ്രീ മോദി ഉഭയകക്ഷി ഉച്ചകോടിയിൽ അഭിപ്രായപ്പെട്ടു. ഇറ്റലി അതിവേഗം കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെയെത്തിയെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇറ്റലിയിലെ പാർലമെന്റ് അംഗങ്ങളെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി 42,740 കോടി രൂപ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ. പ്രതിരോധ സേനയിൽ നിന്ന് വിരമിച്ച 20,60,000 പേരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായത്. 2015 നവംബറിലാണ് മുൻകാല പ്രാബല്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ചരിത്ര പദ്ധതി നിലവിൽ വന്നത്. ഡൽഹി IITയുടെ ഇന്ന് നടക്കുന്ന 51ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ രമേശ് പൊക്രിയാൽ നിഷാങ്ക്, സഞ്ജയ് ധോത്രെ എന്നിവരും ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കും. ബീഹാറിൽ വോട്ടെടുപ്പ് തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പാണിത്. 15 ജില്ലകളിലെ 78 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 110 സ്ത്രീകൾ ഉൾപ്പെടെ 1,204 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. എന്നാൽ നക്സൽ ബാധിത ജില്ലകളായ രാംനഗർ, മഹിഷി തുടങ്ങിയ ഇടങ്ങളിൽ പോളിംഗ് വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. ഈ മാസം 10-നാണ് വോട്ടെണ്ണൽ. കോവിഡ് പ്രതിസന്ധിക്കിടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണത്തിനൊരുങ്ങി ISRO. ഏറ്റവും പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ EOS-01 ISRO ഇന്ന് വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഉച്ചയ്ക്ക് 3 മണി 2 സെക്കൻഡിന് PSLV C-49 റോക്കറ്റ് ഇന്ത്യയുടെ EOS-01 മറ്റ് 9 വിദേശ ഉപഗ്രഹങ്ങളുമായി കുതിച്ചുയരും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ച 26 മണിക്കൂർ കൌണ്ട്ഡൌൺ പുരോഗമിക്കുകയാണ്. കാർഷിക, വന, ദുരന്ത നിവാരണ മേഖലകളിൽ മുതൽക്കൂട്ടാകുന്ന ഉപഗ്രഹമാണ് EOS-01. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.32% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 54,000-ഓളം പേർ കൂടി രോഗമുക്തരായതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 77,60,000 കടന്നു. ഇതോടെ തുടർച്ചയായ 7ാം ദിവസവും ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 6 ലക്ഷത്തിൽ താഴെയായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 5,20,000-ലധികം പേരാണ് ചികിത്സയിലുള്ളത്. കൂടുതൽ പേർ ചികിത്സയിലുള്ളത് മഹാരാഷ്ട്രയിലാണ്. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 47,638 പുതിയ കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചിരുന്നു. 1.49% രാജ്യത്തെ മരണനിരക്ക്. ഡൽഹിയിൽ ഇന്നലെ 7,178 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യതലസ്ഥാനത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4,23,831 ആയി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പ്രതിദിനം 6,700-ലധികം പുതിയ കേസുകളാണ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെ 3,77,276 പേരാണ് രോഗമുക്തി നേടിയത്. നിലവിൽ 39,722 പേർ ചികിത്സയിൽ കഴിയുന്ന ഡൽഹിയിൽ 6,833 പേരാണ് ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചത്. കേരളത്തിൽ ഇന്നലെ 7,854 പേർ രോഗമുക്തി നേടിയതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 83,208 ആയി കുറഞ്ഞു. 7,002 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 98 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 66 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 6,192 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 646 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 27 മരണങ്ങളാണ് ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ലോകത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1.28 കോടി പിന്നിട്ടു. 3.5 കോടിയിലേറെ പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത്.
ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ പുതുതായി 7000-ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ. ഹംഗറി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, റൊമേനിയ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5000-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. അമേരിക്കയിൽ 46-ാമത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ അനിശ്ചിതത്വം തുടരുന്നു. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ നിർണായക സംസ്ഥാനങ്ങളിൽ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന പുതിയ മഠം. പെൻസിൽവാനിയയിലും ജോർജിയയിലും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരെ ചരിത്ര വിജയം നേടാനൊരുങ്ങുകയാണ് ജോ ബൈഡൻ. ജോർജിയയിൽ അവസാനവട്ട വോട്ടെണ്ണലിൽ 1096 വോട്ടുകളുടെ ലീഡാണ് ബൈഡന് ലഭിച്ചിരിക്കുന്നത്. പെൻസിൽവാനിയയിൽ 20,000-നടുത്ത് വോട്ടുകൾക്കാണ് ബൈഡൻ ലീഡ് ചെയ്യുന്നത്. അരിസോണയിലും നെവാഡയിലും ഇതേ ലീഡ് ബൈഡൻ നിലനിർത്തുകയാണ്. 538 ഇലക്ട്രൽ കോളേജ് വോട്ടുകളിൽ 270 എണ്ണമാണ് പ്രസിഡന്റ് പദവിയിലെത്താൻ ആവശ്യം. ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം ബൈഡന് 264 ഇലക്ട്രൽ വോട്ടുകളും ഡൊണാൾഡ് ട്രംപിന് 214 വോട്ടും ലഭിച്ചിട്ടുണ്ട്. ജോർജിയയിൽ വോട്ടുകൾ വീണ്ടും എണ്ണുമെന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമപോരാട്ടം ഒരു തുടക്കം മാത്രമാണെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ-യുഎസ് ബന്ധത്തിന് ശക്തമായ അടിത്തറയാണുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ. പ്രതിരോധം മുതൽ വ്യാപാരം വരെയുള്ള മേഖലകളിലെ സഹകരണം തുടരുമെന്നും യുഎസ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള PMEGP പദ്ധതിയുടെ പേരിൽ പൊതുജനങ്ങൾ കബളിപ്പിക്കപ്പെടരുതെന്ന് കേന്ദ്ര സൂക്ഷ്മ ചെറുകിട വ്യവസായ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ചില വ്യക്തികൾ പദ്ധതിയുടെ കീഴിൽ വായ്പ ലഭ്യമാക്കുന്നതിന് ജനങ്ങളെ സമീപിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വായ്പ അനുവദിക്കുന്നതിനുള്ള അനുമതി പത്രത്തിന് ചെറുകിട വ്യവസായികളിൽ നിന്ന് പണം ഈടാക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. 7 വിദേശ വ്യാജ അക്കൌണ്ടുകൾ നീക്കം ചെയ്തതായി ഫേസ്ബുക്ക് അറിയിച്ചു. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, മൊറോക്കോ, മ്യാൻമാർ, ജോർജിയ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന അക്കൌണ്ടുകളാണ് നീക്കം ചെയ്തത്. ഇതിനു പുറമെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തിയ ഏകദേശം 8000 പേജുകൾ കഴിഞ്ഞ മാസം നീക്കിയിട്ടുണ്ടെന്നും ഫേസ്ബുക്ക് അറിയിച്ചു. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 8, 10, 14 തീയതികളിലാകും തെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാകും വോട്ടെടുപ്പ്. കോവിഡ് നിരീക്ഷണത്തിലുള്ളവർക്ക് തപാൽ വോട്ടിനുള്ള സൌകര്യം ഒരുക്കും. വോട്ടെണ്ണൽ ഡിസംബർ 16-ന് നടക്കും. ഈ മാസം 12-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമുണ്ടാകും. ഈ മാസം 19 വരെ പത്രിക സമർപ്പിക്കാം. കേരളത്തിൽ ഇന്നലെ മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ സർവകലാശാലകൾ, കോളേജുകൾ എന്നിവ ഘട്ടം ഘട്ടമായി തുറക്കുന്നത് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പുറത്തിറക്കി. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ആഭ്യന്തര വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിനായി ആഴ്ചയിൽ 6 ദിവസം അധ്യയനം, നിശ്ചിത എണ്ണം കുട്ടികളെ പങ്കെടുപ്പിച്ചുള്ള ക്ലാസുകൾ തുടങ്ങിയ നിർദ്ദേശങ്ങളും യുജിസി മുന്നോട്ട് വച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധക്കേസ് പ്രതി പേരറിവാളന്റെ പരോൾ കാലാവധി മദ്രാസ് ഹൈക്കോടതി 15 ദിവസത്തേക്ക് കൂടി നീട്ടി. കഴിഞ്ഞ മാസം 9-ന് പേരറിവാളന് 30 ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു. IPL എലിമിനേറ്റർ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 6 വിക്കറ്റിനെ പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്വാളിഫയറിൽ പ്രവേശിച്ചു. ബാംഗ്ലൂർ ഉയർത്തിയ 132 റൺസ് എന്ന വിജയലക്ഷ്യം നേടിയാണ് ഹൈദരാബാദ് ക്വാളിഫയറിൽ പ്രവേശിച്ചത്. 44 പന്തിൽ നിന്നും 50 റൺസാണ് ഹൈദരാബാദ് താരം കാനെ വില്യംസ് നേടിയത്. താരത്തിന്റെ 14ാമത് IPL അർദ്ധ സെഞ്ചുറിയാണിത്. ഞായറാഴ്ച അബുദാബിയിൽ നടക്കുന്ന ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാം ലോക മഹായുദ്ധം പോലെ കോവിഡ്-19 വഴിത്തിരിവായി മാറുമെന്ന് ഇന്ത്യ ഇറ്റലി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചു. 3ാംഘട്ട വോട്ടെടുപ്പ് 15 ജില്ലകളിലെ 78 മണ്ഡലങ്ങളിൽ. കോവിഡ് പ്രതിസന്ധിക്കിടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണത്തിനൊരുങ്ങി ISRO. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തെയും വഹിച്ച് PSLV C-49 ഇന്നുച്ചയ്ക്ക് കുതിച്ചുയരും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.32% ഉയർന്നു. കേരളത്തിൽ 83,000-ലധികം പേർ ചികിത്സയിൽ.
ലോകത്ത് നിലവിൽ 1.28 കോടിയിലധികം കോവിഡ് ബാധിതർ. അമേരിക്കയിൽ വോട്ടെണ്ണൽ 4ാം ദിവസവും തുടരുന്നു. നിർണായക സംസ്ഥാനങ്ങളിൽ ലീഡ് ഉയർത്തി ജോ ബൈഡൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 10:15.